ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് HR. HRമിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ്. നിങ്ങൾ നല്ലോണം പഠിച്ചേക്കണം. കാരണം HRമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഈ HRമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊരുമിച്ച് വിളിക്കുന്ന പേരാണ് HRM ഫങ്ഷൻസ്. എക്സാമ്പിൾ മിസ് പറയാം. HRമിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് റൈറ്റ് പേഴ്സൺസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. കറക്റ്റ് സമയത്ത് കറക്റ്റ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അതിനു വേണ്ടി ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ ആവശ്യക്കാരെ കണ്ടെത്തി റിക്രൂട്ട്മെൻറ്റ് നടത്തി സെലക്ഷൻ നടത്തി നമ്മൾ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഫങ്ഷൻസ് ഓഫ് HRM മീൻസ് all the activities done by HR department in an organization for achieving the individual as well as organizational objective. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ ആ ആക്ടിവിറ്റീനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഫങ്ഷൻസ് ഓഫ് HR. And these functions can be classified into two: managerial functions and operative functions. മാനേജറിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ലെവലിൽ അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവലിൽ അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അണ്ടർ ദ ഹെഡിങ് കോഡ്സ് കോർബ്. ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവില്ല. വാട്ട് ആർ ദ മാനേജറിയൽ ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതിൽ ആ സ്റ്റാഫിംഗ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ HR മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എസെൻസ് ആയിട്ട് എടുക്കുന്നത്. HR മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ HR മാനേജ്മെൻറ്റ് ചെയ്യുന്ന മാനേജറിയൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത് ഓൾറെഡി നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുള്ളതാണ് മാനേജ്മെൻറ്റിൽ. മിസ് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് തരുന്നുള്ളൂ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് ഇൻ അഡ്വാൻസ്. വാട്ട് ടു ബി ഡൺ, വെൻ ടു ബി ഡൺ ആൻഡ് ഹൗ ടു ബി ഡൺ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന് നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ജോബ്. ഏത് കൈൻഡ് ഓഫ് ജോബാണ് നമുക്ക് ആവശ്യമുള്ളത്? വാട്ട് ആർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ്. ഒരു ഓർഗനൈസേഷനിൽ എത്ര പേര് വേണം. ദെൻ അവരുടെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ഈച്ച് ജോബ്. ഏത് സ്കില്ല്, ഏത് ക്വാളിറ്റിയാണ് അവർക്ക് വേണ്ടത്, അതൊക്കെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഓർഗനൈസിങ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓർഗനൈസിങ്. എന്താ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ? അസംബ്ലിങ് ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി ഓർഗനൈസേഷൻ. നമ്മുടെ ആ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി, പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തൊക്കെ സോഴ്സസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ അസംബിൾ ചെയ്യണം. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡയറക്റ്റിംഗ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ദ എംപ്ലോയീസ് മസ്റ്റ് ബി ഇൻഫോം വാട്ട് ദേ ഹാവ് ടു ഡു ഫോർ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്. എന്താണ് തങ്ങൾ ചെയ്യേണ്ടത്? സോ ദേ മസ്റ്റ് ഗെറ്റ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദി സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ, സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ ബൈ ദി സബോർഡിനേറ്റ്സ്. അതാണ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ ഈസ് കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ എമംഗ് all the employees, all the departments is essential to achieve the objectives. അപ്പോൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും തമ്മിൽ എന്ത് വേണം? ഒരു കോർഡിനേഷൻ വേണം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ. ലാസ്റ്റ് വൺ ഈസ് കൺട്രോളിങ്. ദിസ് ഈസ് വെരി എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് management and these both are interrelated. Planning and controlling are interrelated. എന്താ interrelated എന്ന് പറഞ്ഞാൽ? കൺട്രോളിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ ഇന്നത് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്ലാനിങ്ങും ആക്ച്വലി അച്ചീവ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പയർ ചെയ്യും. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ, അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ അറിയിക്കും, കറക്റ്റീവ് ആക്ഷൻ എടുക്കും. സോ ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് HR ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻസ് ഓഫ് HRമിൽ ഒന്നാമത്.
The second one is very important, operative functions. Operative function എന്ന് പറയുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷണൽ ലെവലിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ്. അതിൽ മെയിനായിട്ട് നിങ്ങൾ പല ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മിസ് എന്നാലും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ. പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എത്ര നമ്പർ ഓഫ് വർക്കേഴ്സിന് എത്ര റിക്വയർമെൻ്റ് ഉണ്ട്, അവരെ നമുക്ക് ഏതൊക്കെ സോഴ്സിലൂടെ റിക്രൂട്ട് ചെയ്യാം, റിക്രൂട്ട് ചെയ്തതിൽ നിന്ന് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യാം, ഇതിലടങ്ങുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ വരും. സെക്കൻഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയീസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കും? ട്രെയിനിങ് കൊടുക്കും, പിന്നെ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കും, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടി കമ്പനി എന്താണോ ചെയ്യണേ അതെല്ലാം ഈ ഹെഡിങ്ങിൽ വരും. തേർഡ് വൺ ഈസ് കോമ്പൻസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി. അതിനാണ് എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യണേ അല്ലേ? സോ ദിസ് ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. കോമ്പൻസേഷൻ ഫംഗ്ഷനിൽ അവർ ചെയ്യണത് എന്താ? വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, എത്ര വേജ് എത്ര സാലറി കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ജോബ് ഇവാലുവേഷൻ, ഓരോരുത്തരുടെ ജോബിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക. ഇനി അവർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതെല്ലാം വരുന്നത് ഈ ആക്ടിവിറ്റിയിലായിരിക്കും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ദ ജോബ് ആൻഡ് വർക്കേഴ്സ്. നമ്മളുടെ മാനേജ്മെൻറ്റിനെയും വർക്കേഴ്സിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. എൻഷുർ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ്. അവരുടെ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ ഇൻവൈറ്റ് ചെയ്യുക. അതാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ വരണമെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ? മോട്ടിവേഷൻ അല്ലേ? അവർക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുക, ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് കമ്പനിയോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ കമ്മിറ്റ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ അവർ കമ്പനിയിൽ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് വർക്ക് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ദ ലാസ്റ്റ് വൺ മെയിൻ്റനൻസ്. ഇതൊക്കെ ചെയ്താൽ പോരാ. ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ആളുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാതെ നോക്കണം. എന്ത് ചെയ്യണം? അവരെവിടെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പാർട്ട് ഫ്രം സാലറി ഓർ വേജസ് ദേ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ദെൻ പിന്നെന്താ പറയുക? നമ്മുടെ സെക്യൂരിറ്റി കൊടുക്കണം, ജോബ് സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അവർ ചെയ്യുന്ന ഹെൽത്ത് ടിപ്സ്, സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ അങ്ങനെയുള്ള എല്ലാം തന്നെ ഇതിൽ വരും, മെയിൻ്റനൻസ് ആക്ടിവിറ്റീസിൽ വരും. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലേക്ക് നമുക്ക് ഓരോന്നും അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്ന ഓരോന്നും ബ്രീഫായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഓഫ് HRM ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് നമുക്ക് essay ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിൽ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഒരു ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്നുള്ള നിലയ്ക്ക് HRM എന്തൊക്കെയാണ് ചെയ്യണത്? അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൊക്യൂർമെൻറ്റ് ഫങ്ഷൻ. Procurement function is concerned with securing and employing the right employees at the right place at the right time. കറക്റ്റ് എംപ്ലോയീസിനെ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ വരണേ. അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന 6 ഫങ്ഷൻസ് മിസ് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ജോബ് അനാലിസിസ്, HRP ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ. നിങ്ങൾ അടുത്ത ചാപ്റ്ററുകളിൽ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണും. എന്നാൽ ഇപ്പോൾ ഒരു ബ്രീഫിംഗ് തരാം. ഫസ്റ്റ് വൺ, ജോബ് അനാലിസിസ്. Job analysis is the process of studying in detail the operation and responsibilities involved in a job. ഒരു ജോബ് അതിന് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണോ, സ്റ്റഡി ചെയ്യണോ. ആ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, എംപ്ലോയീസിനെ ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ആ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ ജോബ് ഈസ് നോൺ ആസ് ജോബ് അനാലിസിസ്. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അഥവാ HRP. ദിസ് ഈസ് യുവർ സെക്കൻഡ് മൊഡ്യൂൾ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. HRP ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓർഗനൈസേഷനിൽ
എത്ര നമ്പർ ഓഫ് വർക്കേഴ്സിന് ആവശ്യമുണ്ട്, അതിനെയാണ് നമ്മൾ മാൻ പവർ എന്ന് പറയണേ. എത്ര പേര് ആവശ്യമുണ്ട് എന്നുള്ളത് നേരത്തെ കൂടി തീരുമാനിക്കുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് പറയണേ. തേർഡ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. That is a proper balance should be maintained between the internal and external source of recruitment. നമ്മൾക്ക് ആവശ്യമുള്ള വ്യക്തികളെ പല സോഴ്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. അങ്ങനെ കണ്ടെത്തിയവരെ സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. അവരെ നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിന് നടത്തുന്ന എല്ലാ ആക്ഷനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? റിക്രൂട്ട്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ദ സെലക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സെലക്ഷൻ എന്ന് പറയുന്നത്? സെലക്ടിങ് ദ ബെസ്റ്റ് എംപ്ലോയി ഫ്രം ദ അപ്ലിക്കൻസ് അക്കോർഡിംഗ് ടു ദെയർ ടാലൻസ് ഓർ സ്യൂട്ടബിലിറ്റി ഓഫ് ജോബ്. നമ്മുടെ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് അതിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന എംപ്ലോയി ആരാണോ അവരെ നമ്മൾ എംപ്ലോയ് ചെയ്യണം. ദ നെക്സ്റ്റ് ഈസ് ദ പ്ലേസ്മെൻറ്റ്. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? assigning suitable job for selected candidate so as to match the employee qualification with the job requirement. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം എംപ്ലോയീസിന് നമുക്ക് ആവശ്യമുണ്ടാവും അല്ലേ? ഈ പലതരം എംപ്ലോയീസിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി ഓരോരുത്തർക്കും ഏതാണോ അത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ജോബിലേക്ക് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലേസ്മെൻറ്റ്. The next one is induction. Induction നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. Introducing the new employee to the organization. Organizationൻ്റെ rules and regulations. The new employees may not be familiar with the rules and regulations of the company. പിന്നെ എന്താണ് subordinate, superiors etc. and അവരുമായിട്ട് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊക്യൂർമെൻറ്റ് ഫങ്ഷൻ. The second function is development. The second function is development function. Development function, it is a process of improving knowledge, skill, aptitude, values of an employee so they can perform the present and future jobs more effectively. ഏറ്റവും നല്ല രീതിയിൽ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ സ്കില്ലിനെ, അഭിരുചികളെ, കഴിവിനെ, അറിവിനെ, വാല്യൂസിനെ എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഫങ്ഷൻസാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഫങ്ഷനിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന 4 ഫങ്ഷനാണ് പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലായിടത്തും നടത്തുന്നൊരു കാര്യമാണ് അല്ലേ? എംപ്ലോയർ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയി വിത്ത് റെസ്പെക്ട് ടു യുവർ പെർഫോമൻസ് ഓൺ ദ ജോബ് ആൻഡ് ദർ പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. നമ്മളൊരു വർക്ക്, ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വർക്കിൽ അവർ എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് അത് പെർഫോം ചെയ്യണമെന്നുള്ളത് എംപ്ലോയർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയണേ. അപ്പോൾ അതിൽ വീക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്, ഭാവിയിൽ അവർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്ന പ്രോസസ്സാണ് ഏത്? പെർഫോമൻസ് അപ്രൈസൽ. Second one is training. It is the process by which employees learn knowledge, skills, aptitude for personal and organizational goals. നമ്മളവിടെ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റഡ് ആയി. ഇനി ആ ഓർഗനൈസേഷനെ ഗോൾ അച്ചീവ് ചെയ്യാൻ പാകത്തിന് നമുക്ക് എത്രത്തോളം സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് തരുന്ന ആ ലേണിംഗ് പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ട്രെയിനിങ്. തേർഡ് വൺ ഈസ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് മാനേജീരിയൽ ടാലൻറ്റ് ത്രൂ പ്രോഗ്രാംസ്. എംപ്ലോയി എന്നുള്ള ലെവലിനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിൽ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി കമ്പനി നടത്തുന്ന പ്രോഗ്രാമുകളാണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ദ ലാസ്റ്റ് വൺ ഈസ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് കരിയർ പ്ലാൻസ്. നമ്മളുടെ എംപ്ലോയീസിൻ്റെ കരിയർ ആസ്പിറേഷൻസ് ഉണ്ടാവും. അതായത് അവരുടെ കരിയർ എങ്ങനെ അവർക്ക് ഡെവലപ്പ് ചെയ്യണം, മാക്സിമം ഏത് ലെവലിലേക്ക് എത്തണം എന്നുള്ള ആ എംപ്ലോയിയുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കമ്പനി നടത്തുന്ന പ്രോസസ്സുകളാണ് കരിയർ പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ്സ് ദ മൊബിലിറ്റി ഓഫ് പേഴ്സൺസ് ത്രൂ പ്രൊമോഷൻ ആൻഡ്
ട്രാൻസ്ഫേഴ്സ്. ഈ പ്രോസസ്സിലാണ് എന്ത് വരണത്? എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ, എംപ്ലോയീസിൻ്റെ ട്രാൻസ്ഫർ, അതൊക്കെ വരുന്നത്. മനസ്സിലായോ? ഇനി തേർഡ് വൺ ഈസ് കോമ്പൻസേഷൻ. മിസ് പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കോമ്പൻസേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി നടത്തുന്ന ഇക്വിറ്റബിൾ ആൻഡ് ഫെയർ റെമ്യൂണറേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഓർഗനൈസേഷൻ്റെ കോമ്പൻസേഷൻ ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ വരുന്ന ഒന്നാമത്തെ പോയിൻ്റാണ്, അതിൽ മിസ് 4 പോയിൻ്റാണ് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. എന്തൊക്കെയാണ്? ജോബ് ഇവാലുവേഷൻ, വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, ബോണസ് ആൻഡ് പേറോള്. അങ്ങനെ 4 പോയിൻ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജോബ് ഇവാലുവേഷൻ. എന്താണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിയൽ വർത്ത് ഓഫ് ദ ജോബ്. ഒരു ജോബിൻ്റെ ഏറ്റവും റിയൽ ആയിട്ടുള്ള വാല്യൂ എന്താണ്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്താണ്, അതിൻ്റെ ഓരോ സമയത്തെയും ടൈം മാറുന്നതിനനുസരിച്ച്, വാല്യൂ മാറുന്നതിനനുസരിച്ച് ആ ജോബിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അങ്ങനെ ഒരു ജോബിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഇറ്റ് ഈസ് എ പ്ലാനിങ് ഓഫ് സ്യൂട്ടബിൾ വേജസ് ആൻഡ് സാലറി പ്രോഗ്രാംസ് ടു ഡിറ്റർമിൻ ദ വേരിയസ് സാലറി സ്ട്രക്ചർ. ഓരോ എംപ്ലോയിക്കും ഡിഫറെൻറ്റ് സാലറി സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാലറി വേജ് അഡ്മിനിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നമ്മൾ പറയണേ. ഇപ്പോൾ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ദ സാലറി ഫിക്സഡ് മസ്റ്റ് ബി ഇക്വിറ്റബിൾ ബോത്ത് ടു ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരേപോലെ ഇക്വിറ്റബിൾ ആയിരിക്കണം അത്. തേർഡ് വൺ ഈസ് ബോണസ്. ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എ പേയ്മെൻറ്റ് ഓഫ് ബോണസ് പെയ്ഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965. 1965 ബോണസ് ആക്ട് പ്രകാരം എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പ്രോഫിറ്റിൻ്റെ വിഹിതം, അതിനെയാണ് നമ്മൾ ബോണസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിക്ക് ഹൈ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ആരുടെ ഗുണമാണ്? എംപ്ലോയീസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷന് അവർ കമ്പനി കൊടുക്കുന്ന ഒരു പ്രോഫിറ്റ് ഷെയറാണ് ബോണസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആ പ്ലാനുകൾ തീരുമാനിക്കുക. ദ ലാസ്റ്റ് വൺ ഈസ് പേറോൾ. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? പേറോൾ ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് പ്രോപ്പർ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഒരു കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് കീപ്പ് ചെയ്യുന്ന റെക്കോർഡിനെ വിളിക്കുന്ന പേരാണ് പേറോൾ. അപ്പോൾ അതിൽ അവരുടെ ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും, പിന്നെ അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് വർക്കിലാണ് എംപ്ലോയ്ഡ് ആണെന്നുണ്ടാവും, അവർ ടൈം സ്പെൻഡ് ഫോർ ഈച്ച് ജോബ് ഉണ്ടാവും, അതിൽ അവർക്ക് ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്ന സാലറി ഓർ വേജ് ഉണ്ടാവും, ലീവ് ഉണ്ടെങ്കിൽ ആ ലീവ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ ഒരു എംപ്ലോയിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് പേറോളിൽ വരണത്. മനസ്സിലായോ? ദ നെക്സ്റ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഫങ്ഷൻ. മിസ് നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാച്ചിങ് ഓർഗനൈസേഷണൽ ഗോൾ വിത്ത് മെമ്പേഴ്സ്. ഒരു ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. ഇത് രണ്ട് എക്സ്ട്രീമിലാണ് പോണേന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇൻഡിവിജ്വലിൻ്റെ ഒബ്ജക്റ്റീവും കമ്പനി ഒബ്ജക്റ്റീവും എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ആ മാച്ചിങ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഇൻ്റഗ്രേഷൻ പ്രോസസ്സ്. സോ ഇതിൽ ചെയ്യുന്നതാണ് മെയിനായിട്ട് മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഗ്രീവൻസ് റിഡ്രസൽ, കളക്റ്റീവ് ബാർഗെയിനിങ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയി, ഡിസിപ്ലിൻ, എക്സെട്ര. ഇതിലൊന്നാമത്തെ പോയിൻ്റാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ എംപ്ലോയി ടു വർക്ക് ഇൻ എ പ്രോപ്പർ ഡയറക്ഷൻ. ആ ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എംപ്ലോയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് മോട്ടിവേഷൻ. 2 ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം വൺസ് ജോബ്, പേ, എക്സെട്ര. സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വേജ് കൂടുതൽ കിട്ടിയാൽ മാത്രം പോരാ. വേജ്, അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ആ ജോലി, ഇതിലെല്ലാം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് എംപ്ലോയീസ് ആണെങ്കിലും എത്ര നല്ല സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴായാലും അവർക്ക് ചില ഗ്രീവൻസുകളുണ്ടാവും, കംപ്ലൈൻറ്റുകളുണ്ടാവും. അങ്ങനെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്കത്
കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രീതിയിൽ, തർക്കങ്ങളോ അല്ലെങ്കിൽ വലിയ ആർഗ്യുമെൻസോ ഇല്ലാത്ത രീതിയിൽ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം, അതാണ് ഗ്രീവൻസ് റിഡ്രസൽ. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗോഷിയേറ്റിംഗ് വിത്ത് ദ മാനേജേഴ്സ് ഓൺ വേരിയസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇപ്പം മാനേജ്മെൻറ്റ് പറയണ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എംപ്ലോയീസിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരുമായിട്ട് ആ നെഗോഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്, അതിൻ്റെ ഇളവുകൾ വാങ്ങാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ അല്ലെങ്കിൽ അതൊന്ന് ഇളവാക്കി തരുമോ എന്ന് ചോദിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും, അതാണ് മിസ് ഇപ്പോൾ ഒരു ബ്രീഫിംഗ് തന്നു പോണേ കേട്ടോ. ദ നെക്സ്റ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദി ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് അറൈസിങ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയിൽ അടികൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യണം. ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിൽ എംപ്ലോയീസിൻ്റെ സജഷൻ കൂടെ വാങ്ങിക്കുക, ആ പ്രോസസ്സാണ് പാർട്ടിസിപ്പേഷൻ. Then it is one of the most essential requirement of an organization is discipline. It is required for smooth function of an enterprise. Then the last point is maintenance. മിസ് പറഞ്ഞു വന്നാൽ മാത്രം പോരാ, അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ്സും കൂടെ നമ്മൾ നോക്കണമെന്ന്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഫെസിലിറ്റീസ്, മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇഞ്ചറി ബെനിഫിറ്റുകൾ, ഗ്രൂപ്പ് ഇൻഷുറൻസ് എക്സെട്ര. വെൽഫെയർ ഫംഗ്ഷനിൽ വരുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വെൽഫെയർ മെഷേഴ്സ്, അത് കൊടുക്കുക. ദെൻ പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി പേഴ്സണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ HR ഹ്യൂമൻ റിസോഴ്സസ് സഫീഷ്യൻ്റ് ആണോ, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസൊക്കെ അറിയാൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ദെൻ പേഴ്സണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലുള്ള എംപ്ലോയീസിനെയും ഇപ്പോഴുള്ള എംപ്ലോയീസിനെയും കൺട്രോൾ ചെയ്യുക, അവരെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയണത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയണത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി essay. താങ്ക് യു.